വീട്ടിൽ എക്സാമിന്റെ ഒക്കെ സമയത്തെ പിള്ളേർ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ചില കുട്ടികൾ പഠിക്കുന്നത് അപ്പുറത്തെ വീട്ടിൽ വരെ കേൾക്കാം. അത്രയും ഉച്ചത്തിലായിരിക്കും പഠിക്കുന്നുണ്ടാവുക. ചില കുട്ടികൾ പഠിക്കുന്നത് തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾക്ക് വരെ മനസ്സിലാവില്ല അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അത്രയും സൈലന്റ് ആയിരിക്കും. ചുണ്ട് പോലും അനക്കുന്നത് ചിലപ്പോൾ നമുക്ക് കാണാൻ കഴിയില്ല. അതിനുവേണ്ടി വേറൊരു കാറ്റഗറി ഓഫ് കുട്ടികളുണ്ട്. അതായത് അവരിപ്പോ എന്ത് പഠിക്കുകയാണെങ്കിൽ കൂടെ അതിന്റെ പ്രാക്ടിക്കൽ വശങ്ങൾ എന്താണെന്നൊക്കെ ചെയ്ത് നോക്കിയിട്ടാണ് അവർ പഠിക്കുള്ളൂ. അവര് കൂടുതലായിട്ട് ഉറക്കെ വായിച്ച് പഠിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ അവര് കണ്ട് പഠിക്കുന്നതിനേക്കാൾ നമ്മൾ കാണാൻ കഴിയുന്നത് എപ്പോഴും അവർ കാര്യങ്ങളുടെ പ്രാക്ടിക്കൽ വശങ്ങൾ മനസ്സിലാക്കി പഠിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഐ ആം തസ്ലീന. ടുഡേ ഐ എം ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലേണിംഗ്. ന്യൂസിലാൻഡിലുള്ള ഒരു എഡ്യൂക്കേഷണൽ തിയറിസ്റ്റ് ആയിട്ടുള്ള നീൽ ഫ്ലെമിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് VARK മോഡൽ. അതായത് നമ്മൾ ഈ പല മെത്തേഡ്സ് കൊണ്ടാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ലേണിംഗ് സ്റ്റൈല് ഡിഫറെന്റ് ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സോ അദ്ദേഹം പറഞ്ഞിട്ടുള്ള VARK മോഡൽ സ്റ്റാൻഡ്സ് ഫോർ V എന്ന് പറഞ്ഞാൽ വിഷ്വൽ ലേണേഴ്സ്, A means auditory learners, R means reading or writing learners, and K means kinesthetic learners. അതായത് നമ്മൾ നമ്മുടെ ചുറ്റിലും കുട്ടികളെ നോക്കുകയാണെങ്കിൽ ഇത്തരം പല ടൈപ്പ് ഓഫ് ആക്ടിവിറ്റി വഴി അല്ലെങ്കിൽ പല മെത്തേഡ്സ് വഴി പഠിക്കുന്ന കുട്ടികളെ നമുക്ക് കാണാൻ കഴിയും. വിഷ്വൽ ലേണേഴ്സിനെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ കണ്ടു പഠിക്കാനാണ് എപ്പോഴും ശ്രമിക്കുക. അവർ കൂടുതലായിട്ടും കാണുന്ന കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അവർക്ക് വായിക്കണം നിർബന്ധമില്ല. ചിലപ്പം ബുക്സ് ഓപ്പൺ ചെയ്തുകൊണ്ട് ജസ്റ്റ് ലൈൻ ബൈ ലൈൻ ആയിട്ട് അവരിങ്ങനെ കണ്ണോടിക്കുന്നത് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. സോ അങ്ങനെയുള്ള ലേണേഴ്സിനെ നമുക്ക് വിഷ്വൽ ലേണേഴ്സ് എന്ന് പറയാം. ആൻഡ് A മീൻസ് ഓഡിറ്ററി ലേണേഴ്സ്. ഓഡിറ്ററി ലേണേഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കേട്ട് പഠിക്കാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. കേട്ട് പഠിക്കുക മീൻസ് അവർക്ക് എപ്പോഴും മറ്റൊരാൾ പറയുന്നത് കേട്ടാലാണ് ഏറ്റവും പെട്ടെന്ന് പഠിക്കാൻ കഴിയുക. അതായത് വായിച്ചു പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ കണ്ടു പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരുടെ ഫ്രണ്ടോ ടീച്ചേഴ്സോ ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവരത് കേൾക്കും. കേട്ട് പഠിക്കുന്നതാണ് അവർക്ക് കൂടുതലായിട്ട് മെമ്മറൈസ് ചെയ്യാൻ കഴിയുന്നത്. കേട്ട് പഠിക്കുന്നതാണ് അവർക്ക് ഈസി ആയിട്ട് പഠിക്കാൻ സഹായിക്കുന്ന ഒരു മാർഗം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലെവലാണ് R, അതായത് റീഡിംഗ് ഓർ റൈറ്റിംഗ് കാറ്റഗറി. ചില കുട്ടികൾ ഉറക്കെ വായിച്ച് പഠിക്കുന്നതേക്കാം, അല്ലെ, വായിച്ച് മനസ്സിലാക്കി പഠിക്കുക. ആൻഡ് അതേപോലെ തന്നെ റൈറ്റിംഗ് കാറ്റഗറി, ചിലര് വായിക്കുകയും കൂടെ എഴുതി പഠിക്കുന്നതും കാണാം. സോ ചില കുട്ടികൾക്ക് അങ്ങനെയാണ്, വായിച്ചാല് അല്ലെങ്കിൽ എഴുതിയാൽ മാത്രമാണ് അവർ പഠിക്കുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അല്ലാണ്ട് ജസ്റ്റ് ഇങ്ങനെ നോക്കിയാലോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുത്താലോ ഒന്നും അവർക്ക് മനസ്സിലാവില്ല. അവർക്ക് ആ ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് ഉച്ചത്തിൽ വായിച്ച് അല്ലെങ്കിൽ എഴുതി പഠിച്ചാൽ തന്നെയാണ് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അവരെ നമുക്ക് വിളിക്കാവുന്ന പേരാണ് റീഡിംഗ് ഓർ റൈറ്റിംഗ് ലേണേഴ്സ് എന്നുള്ളത്. ലാസ്റ്റ് കാറ്റഗറിയാണ് കൈൻസ്തെറ്റിക് ലേണേഴ്സ്. കൈൻസ്തെറ്റിക് ലേണേഴ്സ് എന്ന് പറയുമ്പോൾ അവർ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് താല്പര്യം ഓരോ കാര്യങ്ങളും ചെയ്തു പഠിക്കാനാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ സയൻസിലൊക്കെ പല എക്സ്പെരിമെന്റ്സും നമുക്ക് ടീച്ചേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടാവും, നമ്മൾ വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സ്വയം ചെയ്തു നോക്കി പഠിക്കാനാണ്. അങ്ങനെയുള്ള ആളുകളെ നമുക്ക് കൈൻസ്തെറ്റിക് ലേണേഴ്സ് എന്ന് പറയാം. അതായത് ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വിത്ത് അല്ലെങ്കിൽ ചെടി ഉണ്ടാവുന്നത് എങ്ങനെ എന്നൊക്കെ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും. പല കുട്ടികളും ഇത് കൊണ്ടുവന്ന് കുഴിച്ചിട്ട് എത്ര ദിവസം കൊണ്ട് വിത്ത് മുളയ്ക്കുന്നു, എത്ര ദിവസം കൊണ്ട് ലീഫ് വരുന്നു, എത്ര ദിവസം കൊണ്ട് ബാക്കിയുള്ള ചെറിയ ചെറിയ കമ്പുകൾ വരുന്നു, ഇതൊക്കെ അവർ നോക്കിക്കൊണ്ടിരിക്കും. സോ ആ ഒരു വിഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൈൻസ്തെറ്റിക് ലേണേഴ്സ്. സോ ഈ ഒരു ലേണിംഗ് സ്റ്റൈല് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതായത് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് മനസ്സിലാവുന്നത് വിഷ്വൽ ലേണിംഗ് ആണോ, ഓഡിറ്ററി ലേണിംഗ് ആണോ, റീഡിംഗ് ഓർ റൈറ്റിംഗ് ലേണിംഗ് ആണോ, അല്ലെങ്കിൽ കൈൻസ്തെറ്റിക് ലേണർ ആണോ നമ്മൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഏത് ഏരിയയിലാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ലേണിംഗ് പോസിബിൾ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഏരിയ ആയിരിക്കണം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അത് ഓരോ സ്റ്റുഡൻസിന്റെ ഉത്തരവാദിത്തമാണ്. ഇത് സ്റ്റുഡൻസിന്റെ മാത്രമല്ല, പാരന്റ്സ് ആയാലും ടീച്ചേഴ്സ് ആയാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പല കുട്ടികൾ ഇപ്പൊ ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ പല കുട്ടികളും അതിൽ വിഷ്വൽ ലേണേഴ്സ് ഉണ്ടായിരിക്കും, കൈൻസ്തെറ്റിക് ലേണേഴ്സ് ഉണ്ടായിരിക്കും, ഓഡിറ്ററി ലേണേഴ്സ് ഉണ്ടായിരിക്കും, റീഡിംഗ് ഓർ റൈറ്റിംഗ് ലേണേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഓരോ കുട്ടിയും ഏത് ലേണിംഗ് കാറ്റഗറിയിലാണ് വരുന്നതെന്ന് മനസ്സിലാക്കി ഓരോരുത്തർക്കും കസ്റ്റമൈസ്ഡ് ആയിക്കൊണ്ട് ഓരോരുത്തർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ലേണിംഗ് സ്റ്റൈൽസ് ഏതാണോ ആ രീതിയിൽ വേണം ആ കുട്ടിയെ പഠിപ്പിച്ചെടുക്കാൻ. താങ്ക് യു.